വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് നമ്മൾ ബോണ്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. അത് നമ്മൾ ചെറുപയർ കൊണ്ടാണ് ഈ ബോണ്ട റെഡിയാക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ബോണ്ട എല്ലാവരും ചെയ്യാറുണ്ടല്ലോ, പക്ഷെ ആ ടേസ്റ്റ് അല്ല, ഇതിന് വേറൊരു ടേസ്റ്റാണ്. ഈ ടേസ്റ്റും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മൈദയോ അതുപോലെ തന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ ഇത് കണ്ടോ വളരെ സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ നമ്മുടെ പേജോടെ ഒന്ന് ഫോളോ ചെയ്യാനും കൂടി വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം തന്നെ നമുക്ക് ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഒരു 1/4 കിലോ ചെറുപയറാണ്. അത് കുക്കറിലിട്ടിട്ട് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ആദ്യം തന്നെ ചെറുപയർ നമുക്കൊന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമല്ലോ, ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതുകൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട, കാരണം നമ്മൾ ചെറുപയറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് പിന്നെ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് ചെറുപയറിൽ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ കറിവേപ്പില തീർന്നു പോയി, അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. പക്ഷെ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ. ഉള്ളിയും ചെറുപയറൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് അധികം വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്മാഷ് ആക്കി കൊടുക്കുക. നമ്മളിത് ഉണ്ടയാക്കിയിട്ട് മാവിൽ മുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് സ്മാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടയാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വേറൊരു ബൗളിലേക്ക് നമുക്ക് കടലമാവ് എടുക്കാം. ഇതിലേക്ക് നമ്മൾ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒരു സ്പൂണോ അതുപോലെ വിസ്കോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഈ പൊടികൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പൊടികൾ നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്ക് ലേശം കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒന്നിച്ചിട്ട് വെള്ളം ചേർക്കരുത്. നമ്മളൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കടലമാവ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോരുത്. പിന്നീട് നമുക്ക് ചെറുപയർ, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറുണ്ടല്ലോ, അതിനെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 1/4 കിലോ ചെറുപയറായിരുന്നല്ലോ. അപ്പോൾ അതിന് ഒരു 11 ബോൾസ് ചെറിയ ഉണ്ടകളാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബോൾസ് ആക്കുമ്പോൾ നമുക്ക് കയ്യിൽ എണ്ണയോ അതുപോലെ വെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വേവിച്ചിട്ട് ചെറുപയറുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ വലിപ്പത്തിലുള്ള 11 ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തത്, അതല്ലാതെ റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ കടലമാവിൽ ഇത് ഓരോരോ ബോൾസും കടലമാവിൽ മുക്കിയിട്ട് എടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. എന്നിട്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ മുക്കിയിട്ട് എടുക്കാം. ഒരു ഭാഗം റെഡി ആകുമ്പോൾ നമുക്കതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഗ്യാസ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് റെഡിയാക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് റെഡി ആവുമല്ലോ, ആ സമയത്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.